വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും മനുഷ്യജീവന് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ മണൽവയൽ ഗ്രാമത്തിൽ മരണഭയത്തിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾ. വന്യമൃഗശല്യം അതിരൂക്ഷമായതോടെ പ്രദേശവാസികൾക്കായി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി മണൽവയലിൽ ഗ്രാമത്തിലെ ഗോത്രവിഭാഗം ആളുകൾ രംഗത്തെത്തി. സൗത്ത് വയനാട് വനം ഡിവിഷനിലെ ചെതലയം റേഞ്ചിൽ നെയ്ക്കുപ്പ സെക്ഷൻ പരിധിയിൽ പൂതാടി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലാണ് വനത്താൽ ചുറ്റപ്പെട്ട മണൽവയൽ ഗ്രാമം. കൊടും വനത്തിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാലേ പുറം ലോകത്തെത്താൻ സാധിക്കുകയുള്ളൂ. കൃഷി മാത്രം ആശ്രയിച്ചിരുന്ന ഗ്രാമീണരുടെ ഉപജീവനം കാട്ടാനയും കാട്ടുപന്നിയും അടക്കമുള്ള വന്യജീവികൾ കൃഷിയിടം മേച്ചിൽപ്പുറമാക്കിയതോടെ മണൽവയൽ ഗ്രാമത്തിൽ ജീവിക്കാൻ കഴിയാതെയായി. നഞ്ചയും പുഞ്ചയും എടുത്ത നെൽവയലുകൾ തരിശിട്ടിരിക്കുന്നു. കുരുമുളക്, കാപ്പി ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും കാട്ടാനകൾ നശിപ്പിച്ചു. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പൊതുവിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങളും പ്രാണഭയം മൂലം ഇവിടെ നിന്നും താമസം മാറ്റി. ഈ പാവങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റി വെച്ചിട്ട് ഈ പാവങ്ങളെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് വളരെ പെട്ടെന്ന് ഇവിടുത്തെ പൂതാടി പഞ്ചായത്ത് എടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും. ദുരിതാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് വനം വകുപ്പും മറ്റുള്ളവരും കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. കിട്ടേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളും ഒക്കെ വളർന്നു വരുന്ന ആളുകൾക്കാണ് ഇത് കിട്ടേണ്ടത്. അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. കോളനിയുടെ പുറത്ത് ജോലിക്ക് പോകുന്ന പലരും തിരിച്ചെത്തുന്നത് പകൽ പോലും വന്യമൃഗങ്ങൾ വിലസി നടക്കുന്ന പാതയിലൂടെയാണ്. മരണം മുന്നിൽ കണ്ടാണ് പലരും ഇതുവഴി സഞ്ചരിക്കുന്നത്. വന്യമൃഗങ്ങളെ ഭയന്ന് സ്കൂളിൽ പോകാൻ കഴിയാത്ത പല കുട്ടികളും ബന്ധുവീടുകളിൽ നിന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട 24 കുടുംബങ്ങളാണുള്ളത്. വന്യമൃഗശല്യം കൂടി വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പുറം ലോകത്തേക്ക് മാറി താമസിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇതിനായി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. സിജു, ന്യൂസ് ബ്യൂറോ, നടവയൽ.